പഹൽഗാം ഭീകരാക്രമണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഭീകരർ ആസൂത്രണം ആരംഭിച്ചിരുന്നുവെന്നാണ് പുതിയ തെളിവുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഓപ്പറേഷൻ മഹാദേവിൽ കൊല്ലപ്പെട്ട ഭീകരന്റെ ഫോണിൽ നിന്നും പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചു. ട്രാക്കിംഗ് ആപ്പ് അടക്കം ഉപയോഗിച്ചാണ് 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് തീവ്രവാദികൾ ആസൂത്രണം നടത്തിയെന്ന പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2025 കഴിഞ്ഞ വർഷം ഏപ്രിൽ 22-നാണ് പഹൽഗാം എന്ന ടൂറിസം കേന്ദ്രത്തിൽ, ജമ്മുകാശ്മീരിലെ ടൂറിസം കേന്ദ്രത്തിൽ വലിയ ആക്രമണമുണ്ടായത്. 25 ടൂറിസ്റ്റുകളും ഒരു പ്രദേശവാസികളും അടക്കം 26 പേരാണ് മരണപ്പെട്ടത്. 20 പേർക്ക് ഇതിൽ പരിക്കുപറ്റുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, പഹൽഗാം സംബന്ധിച്ച NIA കുറ്റപത്രം കോടതിയിലെത്തിയിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ. എന്തായാലും കോടതിയിൽ ഉള്ള ഈ കുറ്റപത്രത്തിൽ ഇത് സംബന്ധിച്ച ഒരു ഗുരുതരമായ വിപുലമായ ഗൂഢാലോചന നടന്നു എന്ന തെളിവുകളാണോ NIA നിർത്തുന്നത്? സജിത്ത്, ഏപ്രിൽ 22, 2025 ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മായ്ക്കാത്ത ഒരു മുറിവായി ആ ദിനം ഇന്നും അവശേഷിക്കുന്നു. 26 പേരെ കൊല്ലപ്പെട്ട ആ ആക്രമണത്തിൻ്റെ കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന്, വളരെ മുമ്പ് തന്നെ ഈ ആക്രമണത്തിന് ഭീകരർ ആസൂത്രണം നടത്തിയിരുന്നു. ഇതിനാവശ്യമായ ആയുധങ്ങൾ എത്തിയത് പാകിസ്ഥാനിൽ നിന്നാണ്. 3, ഇതുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ഓപ്പറേഷൻ മഹാദേവ് എന്ന ഒരു സൈനികരും ഭീകരർക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ലഭിച്ച ഫോണുകളാണ്. ഇതിലേക്ക് വിശദമായി വന്നാൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഈ നിർണായക വിവരങ്ങൾ ഉള്ളത്. അന്ന് ഈ ഓപ്പറേഷൻ മഹാദേവിൻ്റെ ഭാഗമായി 3 ഭീകരരാണ് കൊല്ലപ്പെട്ടത്. സുലൈമാൻ എന്ന ഫൈസൽ ജട്ട്, ജിബ്രാൻ എന്ന ഹബീർ താഹിർ, ഹംസ അഫ്ഗാനി, ഈ 3 പേരാണ് ജൂലൈ 28-ന് ദച്ചിങ്കാം വനമേഖലയിൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ അന്ന് കൊല്ലപ്പെട്ടത്. ഇവരുടെ ഫോണുകളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറെ നിർണായകമായത്. അതായത് ആക്രമണം നടക്കുന്നത് ഏപ്രിൽ 22-ന്. ഈ ഫോണുകളിൽ നിന്ന് ലഭ്യമായ നിർണായക വിവരങ്ങൾ അനുസരിച്ച് ഏപ്രിൽ 15-ന് തന്നെ, അതായത് 2025 ഏപ്രിൽ 15-ന് തന്നെ ഈ ആക്രമണം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് തന്നെ ഇവർ ബൈസരൺ പാർക്കിൽ എത്തിയിരുന്നു. ഇതിൻ്റെ നിർണായക വിവരമാണ്, ഇതിൻ്റെ നിർണായകമായ ഡേറ്റയാണ് ഇവരുടെ ഫോണിൽ നിന്ന് ലഭിച്ചത്.